അടുത്ത ഫോർത്ത് മൊഡ്യൂളാണ് മൊഡ്യൂൾ 4 കെമിക്കൽ എനർജറ്റിക്സ് ആണ്. അതിൽ വരുന്ന ചാപ്റ്റർ 9th ചാപ്റ്റർ കെമിക്കൽ തെർമോഡൈനാമിക്സ് ആണ്. ഇത് നമ്മൾ പറയാൻ പോകുന്നത് സിസ്റ്റമാണ്. എന്താണ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? സിസ്റ്റം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിന്റെ ഒരു ഫിസിക്കൽ പാർട്ടിനെയാണ് നമ്മൾ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ഫിസിക്കൽ പാർട്ട് യൂണിവേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നത് ഐസൊലേറ്റഡ് സിസ്റ്റമാണ്. ഇത് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടെ എക്സ്ചേഞ്ച് നടക്കുന്നത് മാറ്ററും അതുപോലെ എനർജിയും ഒന്നും തന്നെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് ഐസൊലേറ്റഡ് സിസ്റ്റം. യാതൊരു തരത്തിലുള്ള എക്സ്ചേഞ്ച് നടക്കുന്നില്ലെങ്കിൽ അതിന് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയും. ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫ് എനർജി നോട്ട് മാറ്റർ. ഇവിടെ മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല, പക്ഷേ എനർജി മാത്രം എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയാം. ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ബോത്ത് എനർജി ആൻഡ് മാറ്റർ. എനർജി മാറ്ററും ഒരുപോലെ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഓപ്പൺ സിസ്റ്റം എന്ന് പറയാം. അടുത്തത് ഒരു പ്രോസസ്സാണ്. നമുക്കറിയാം പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു ചേഞ്ച് കൊണ്ടുവരികയാണെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ സ്റ്റേറ്റിലേക്ക് ഒരു ചേഞ്ച് കൊണ്ടുവരികയാണെങ്കിൽ അതിനെ നമുക്ക് ഒരു പ്രോസസ്സ് എന്ന് പറയാറുണ്ട്. ഇനി ടൈപ്സ് പറയുന്നത് ഐസോതെർമൽ, അഡിയാബാറ്റിക്, റിവേഴ്സിബിൾ, ഇറിവേഴ്സിബിൾ. ഈ രീതിയിലാണ് അതിന്റെ ടൈപ്സ് പറയുന്നത്. ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ്, അതായത് ടെമ്പറേച്ചർ എപ്പോഴും ഒരുപോലെ നിലനിൽക്കുകയാണെങ്കിൽ അതിന് ഐസോതെർമൽ പ്രോസസ് എന്ന് പറയാറുണ്ട്. പക്ഷേ അഡിയാബാറ്റിക് എന്ന് പറഞ്ഞാൽ അഡിയാബാറ്റിക് പ്രോസസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ ദി സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. ഒരു തരത്തിലുള്ള ഹീറ്റിന്റെ എക്സ്ചേഞ്ച് അവിടെ നടക്കുന്നില്ലെങ്കിൽ അഡിയാബാറ്റിക് ഒരു പ്രോസസ് ആണെന്ന് പറയാം. റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് ആർ ക്യാരിഡ് ഔട്ട് സ്ലോലി. ചേഞ്ചസ് നടക്കുന്നതിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് വളരെ പതുക്കെയാണ് എന്നുണ്ടെങ്കിൽ അതൊരു എല്ലായ്പ്പോഴും ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ നിൽക്കുകയാണെങ്കിൽ അതിന്റെ റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയാം. ഇറിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇവാപറേഷൻ കണ്ടൻസേഷൻ ഒക്കെ സഡൻ ആയിട്ട് ഇൻക്രീസ് ചെയ്യാൻ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കൂടാൻ പെട്ടെന്ന് കുറയാം എന്നുള്ള അവസ്ഥയിലാണ് ഇതിനെ ഇറിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയാം. അടുത്തത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയാറുണ്ട്. അതിന്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത് ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ മൈനസ് ഡബ്ല്യു എന്നാണ്. ഡെൽറ്റ യു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. ഇന്റേണൽ എനർജിയിൽ വരുന്ന മാറ്റത്തിനാണ് ഡെൽറ്റ യു എന്ന് പറയുന്നത്. ക്യൂ എന്ന് പറയുന്നത് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതാണ്. ഓരോ സിസ്റ്റം അതിന് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതിനെ ക്യൂ എന്നും ഡബ്ല്യു എന്ന് പറയുന്നത് എത്രത്തോളമാണ് സിസ്റ്റത്തിൽ വർക്ക് നടക്കുന്നത് അതിന് ഡബ്ല്യു എന്നും കണക്കാക്കുന്നു. അടുത്തത് ഇന്റേണൽ എനർജിയാണ്. ഇന്റേണൽ എനർജി പറഞ്ഞാൽ സം ഓഫ് എനർജീസ് ഓഫ് ഓൾ ആറ്റംസ്, മോളിക്യൂൾസ്, അയോൺസ് ഇൻ സിസ്റ്റം. ഏതൊക്കെ തരത്തിലുള്ള എനർജീസ് ആണ്, അതായത് ആറ്റം ആയിക്കോട്ടെ, മോളിക്യൂൾ ആയിട്ട്, അയോൺ ആയിക്കോട്ടെ, അതിന്റെ സം ടോട്ടലിനെയാണ് ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. അടുത്ത എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ്. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വൺ മോൾ ഓഫ് പ്യുവർ കോമ്പൗണ്ട് is formed from its elements in stable state. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് നിൽക്കുന്ന സമയത്ത് എത്രത്തോളമാണ് ഒരു മോൾ ഓഫ് പ്യുവർ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്, എത്രത്തോളം പ്യുവർ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നുണ്ട് എലമെന്റ്സിൽ നിന്ന്, അതിനാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇനി എൻതാൽപ്പി ഓഫ് കമ്പഷൻ എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി ചേഞ്ച് അക്കമ്പനി കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് വൺ മോൾ ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ഓക്സിജൻ. ഓക്സിജനിൽ വരുന്ന ഒരു സബ്സ്റ്റൻസിൽ ഒരു മോൾ ഓഫ് സബ്സ്റ്റൻസിൽ എൻതാൽപ്പി ചേഞ്ച് എത്രത്തോളമാണ് കംപ്ലീറ്റ് ആയിട്ട് കമ്പഷൻ നടക്കുന്നത് അതിനെ എന്ത് പറയാം, എൻതാൽപ്പി ഓഫ് കമ്പഷൻ എന്ന് പറയാം. ഇനി എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞാലോ വൺ മോൾ ഓഫ് ഹൈഡ്രജൻ അയൺ ന്യൂട്രലൈസ് ചെയ്യുകയാണെങ്കിൽ വൺ മോൾ ഓഫ് ഹൈഡ്രജൻ അയൺ ന്യൂട്രലൈസ്ഡ് ബൈ വൺ മോൾ ഓഫ് ഹൈഡ്രജൻ ഹൈഡ്രോക്സൈഡ് അയോൺസ് ആണെങ്കിൽ ഹൈഡ്രോക്സൈഡ് അയോൺസുമായിട്ട് വരുമ്പോൾ വെള്ളം ഫോം വാട്ടർ ആണെങ്കിൽ അതിന് പറയുന്നത് എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ ആണ്. ഇനി എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ ആണ്. കൺവേർട്ട് ടു ഗേഷ്യസ് സ്റ്റേറ്റ്, അതായത് ഒരു ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ആറ്റമൈസേഷൻ എന്നും, ഇനി ട്രാൻസിഷൻ ആണെങ്കിൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ നിലനിൽക്കുകയാണെങ്കിൽ അതിനെ ട്രാൻസിഷൻ എന്നും, അയണൈസേഷൻ എന്ന് പറഞ്ഞാൽ വീക്ക് ഇലക്ട്രോലൈറ്റ് അയണൈസസ് കംപ്ലീറ്റ്ലി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ വീക്ക് ആയിട്ട് ഇലക്ട്രോലൈറ്റ് അയണൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെ എന്ത് പറയാം, അയണൈസേഷൻ എന്ന് പറയാം. എൻതാൽപ്പി ഓഫ് അയണൈസേഷൻ എന്ന് പറയാം. ഇനി ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത് ആവറേജ് എമൗണ്ട് ഓഫ് എൻതാൽപ്പി ചേഞ്ച് ഇൻവോൾവ് ഇൻ ഡിസോസിയേഷൻ ഓഫ് വൺ മോൾ ഓഫ് ബോണ്ട്സ് പ്രസന്റ്. ഒരു മോൾ ബോണ്ടിന്റെ ഒരു മോൾ പ്രസന്റ് ആണെങ്കിൽ ആ സമയത്ത് എത്ര ആവറേജ് എമൗണ്ട് ഓഫ് എൻതാൽപ്പി ചേഞ്ച് നടക്കുന്നുണ്ട് ഡിസോസിയേഷനിൽ എന്നുണ്ടെങ്കിലാണ് ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് പറയുന്നത് ഹെസ്സൽസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ. ഒരു പ്രത്യേക ലോ ആണ് ഹെസ്സൽസ് ലോ എന്ന് പറയുന്നത്. കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ പറയുന്ന കാര്യത്തിലുള്ളൂ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഇസ് ഇൻഡിപെൻഡന്റ്. എൻതാൽപ്പി റിയാക്ഷൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആണ് ഓഫ് നമ്പർ ആൻഡ് നേച്ചർ ഓഫ് ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പ്. എത്ര സ്റ്റെപ്സ് ഉണ്ടെങ്കിലും അതിന്റെ നേച്ചറും അതുപോലെ തന്നെ നമ്പറിനെ കണക്കാക്കിയിട്ടുള്ള ആ എൻതാൽപ്പി റിയാക്ഷൻ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ അതിനെ ഏത് ലോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഹെസ്സൽസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത്രയാണ് ഈ മൊഡ്യൂളിൽ വരുന്ന ചാപ്റ്റർ. അടുത്ത 5th മൊഡ്യൂളാണ് കെമിക്കൽ ഡൈനാമിക്സ് ആണ്. കെമിക്കൽ ഡൈനാമിക്സിൽ വരുന്നത് 12th ചാപ്റ്റർ ആണ് അയണിക് ഇക്വിലിബ്രിയം എന്നാണ്.
എന്താണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ? ഇതിൽ നിന്ന് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ ഡിസോൾവിംഗ് വാട്ടർ പ്രൊഡ്യൂസ് അയൺസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നതിനാണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. അത് സ്ട്രോങ് ഉണ്ട്, വീക്ക് ഉണ്ട്. സ്ട്രോങ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് അയൺസ്, മുഴുവനായിട്ടും അയൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്നും, വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ പാർഷ്യലി കൺവേർട്ട് ചെയ്യണം, കുറച്ച് അയൺസ് ബാക്കി വെച്ചിട്ട് പാർഷ്യലി കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറയാം. അടുത്തത് ആർഹീനിയസ് കൺസെപ്റ്റ് ആണ്. ആർഹീനിയസ് കൺസെപ്റ്റ് പ്രകാരം സബ്സ്റ്റൻസ് കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിംഗ് ഹൈഡ്രജൻ അയൺ ബൈ ഡിസോസിയേറ്റിംഗ് ഇൻ അക്വ സൊല്യൂഷൻ. അക്വ സൊല്യൂഷനിൽ അസോസിയേറ്റ് ചെയ്യാണ്ട് നിന്നുകൊണ്ട് എത്രത്തോളം ഹൈഡ്രജൻ അയൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ അതിന്റെ കേപ്പബിലിറ്റി അല്ലെങ്കിൽ ആ സബ്സ്റ്റൻസിന്റെ കേപ്പബിലിറ്റിയാണ് ആർഹീനിയസ് കൺസെപ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുപോലെ ബ്രോൺസ്റ്റഡ് ലൗറി കൺസെപ്റ്റ് പറയുന്നത് മോളിക്യുലർ അയൺ ദാറ്റ് ക്യാൻ ബി ആക്സെപ്റ്റ് പ്രോട്ടോൺ ഈസ് എ ബേസ്. പ്രോട്ടോൺ ബേസ് ആക്കിക്കൊണ്ട് മോളിക്യുലർ അയൺ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ബ്രോൺസ്റ്റഡ് ലൗറി കൺസെപ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ അയണിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ബിറ്റ്വീൻ അണയണൈസ്ഡ് മോളിക്യൂൾസ് ആൻഡ് അയൺസ് ഇൻ ദ സൊല്യൂഷൻ ഓഫ് വീക്ക് ഇലക്ട്രോൺസ്. നേരത്തെ പറഞ്ഞ പോലെ വീക്ക് ഇലക്ട്രോലൈറ്റ്സിൽ എത്രത്തോളമാണ് അയൺസും മോളിക്യൂൾസും അണയണൈസ് ആയിട്ട് ഒരു ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അതിനെയാണ് അയണിക് ഇക്വിലിബ്രിയം എന്ന സ്റ്റേബിൾ സ്റ്റേറ്റ് എന്നതിൽ പറയുന്നത്. ഇനി ലൂയിസ് കൺസെപ്റ്റ് പറയുന്നത് ആസിഡ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് ആക്സസ് ഇലക്ട്രോൺ പെയർ ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഇലക്ട്രോൺ പെയർ. ഈ രീതിയിൽ ബേസ് വെച്ചുകൊണ്ട് ബേസ് ഡൊണേറ്റ് ചെയ്തിട്ട് ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് അങ്ങനത്തെ ഒരു ആസിഡിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ലൂയിസ് കൺസെപ്റ്റിലാണ്. ഇനി അടുത്തുള്ള പി എച്ച് സ്കെയിലാണ്. നമുക്കറിയാം പി എച്ച് വാല്യൂ പി എച്ച് സ്കെയിൽ എന്ന് പറയാറുണ്ട്. ഇറ്റ് മെഷർ അസിഡിറ്റി ഓർ ബേസിസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ അക്വ സൊല്യൂഷൻ. അതിൽ എത്രത്തോളം ആസിഡിറ്റി ഉണ്ട് അല്ലെങ്കിൽ ആൽക്കലൈൻ ആണ് എന്നൊക്കെ മെഷർ ചെയ്യുന്നതിനാണ് പി എച്ച് സ്കെയിൽ യൂസ് ചെയ്യുന്നത്. ഇനി മോളാർ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ സബ്സ്റ്റൻസ് പെർ ലിറ്റർ. ഒരു ലിറ്റർ ഇതിൽ എത്ര മോൾസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത് മോളാർ കോൺസെൻട്രേഷൻ. ഇതെല്ലാം വളരെ ഷോർട്ട് ആക്കിയിട്ട് ഒരു ചാപ്റ്ററിന് മാക്സിമം ചോദിക്കാവുന്ന അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ക്വസ്റ്റ്യൻസിനെ ഒന്ന് ഷോർട്ട് ആക്കിയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് കഴിഞ്ഞത്. മൊഡ്യൂൾ 5 12th ചാപ്റ്റർ. ഓക്കെ, താങ്ക് യു.